ഹായ് ഗൈസ്. ഞാൻ ഉമ്മാടെ ഫുള്ള് വ്ളോഗ് എടുക്കാമെന്ന് കുറച്ചായി വിചാരിക്കുന്നു. അപ്പോൾ ഉമ്മാനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞാൽ ഉമ്മാനെ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ വീട്ടിലുള്ളത്. ഞാൻ ഉമ്മാനെ കാണിച്ചു തരാം. ഉമ്മാനെ ഞാൻ കാണിച്ചു തരാം. ഉമ്മ അടുക്കളയിലുണ്ട്. ഉമ്മ അടുക്കളയുണ്ട്. ഇതാണ് എൻ്റെ ഉമ്മ. ഇത് ഉമ്മ 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 പറമ്മ ഞാൻ വീഡിയോ എടുക്കണതിനെ പറ്റിയിട്ട് ഉമ്മക്ക് എന്താ പറയാനുള്ളത്? നല്ല രീതിക്ക് പറഞ്ഞാൽ മതി. എന്നോട് പറയാനോട്ട് അങ്ങോട്ട് പറഞ്ഞോ. സനൂപ് ചോദിക്കാൻ പറഞ്ഞ് സനൂപിനാണോ ഇഷ്ടം എന്നെയാണോ ഇഷ്ടം? സനൂപ് എന്ന് പറഞ്ഞ എന്റെ മൂത്തേക്കാണ്. ഇതില്ല എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് സുലൂര്. ഇത് സനൂപ് ചോദിക്കാൻ പറഞ്ഞ സനൂപിനാണോ കൂടുതൽ ഇഷ്ടം എന്നെയാണോ? ഇല്ല, ഒരാളെ പറയാൻ പാടുള്ളൂ. ഒരാളെ. ഇതെല്ലാ ഉമ്മമാരും പറയുന്ന ഡയലോഗാണ്. എല്ലാ മക്കളും ഒരുപോലെ പറയണം. നല്ലതെന്ന് പറയണം. അല്ല സുലു അങ്ങനെ പറയണ കേട്ടാ. പറ സുലു, എന്താണ് പറയാനുള്ളത്? പറ. മരീനൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന്. വെളുത്തുള്ളി അച്ചാറ് അല്ല. ആ ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? അതൊക്കെ എന്തിനു പറയണം? ഞാൻ വീഡിയോ ചെയ്യണതിനെ പറ്റി പറ. നീ വീഡിയോ ചെയ്യുന്നതിനെ പറ്റിട്ട് എന്താ നല്ല അഭിപ്രായം? ഓരോരുത്തർക്കുള്ള ഭാഗങ്ങൾ ഇങ്ങനെ വിട്ട് അപ്പൊ ഓരോരുത്തർ കൊല്ലണത് ഞാനിങ്ങനെ ഉമ്മ മരിച്ചത് പറയണ്, എല്ലാവരും മരിക്കും. ഉമ്മ മരിച്ചത് പറയണ്, വാപ്പ മരിച്ചത് പറയണ്. ഇത് എന്റെ ഉമ്മ ഉണ്ട്. എന്നിട്ട് ഉമ്മ പറ അങ്ങനെ പറയണേന് എന്താ പറയാനുള്ളത്? അങ്ങനെ പറയാനുള്ള അവന്റേതായ ഒരു ഇതിന് വേണ്ടിട്ട് അവനിടുന്നു. ഉമ്മ ഇങ്ങനെയല്ല സംസാരിക്കും. ഉമ്മ ഇപ്പൊ ഭയങ്കര പിടുത്തൊക്കെ പിടിച്ച് നിക്കണ്ടിട്ടാ. ഭയങ്കര മാന്യത. കുറച്ചുപേര് കാണുമെന്നുള്ള മാന്യതയിൽ ഉമ്മ നിക്കണത്. സനൂപിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവനെ പറഞ്ഞ് വീട്ടിലുള്ളപ്പോ എടുക്ക് പറഞ്ഞിട്ട് ഇതുവരെ എടുത്തില്ല. അവൻ നാട്ടിൽ വരട്ടെ വരുമ്പോ അതായത് എന്നേക്കാളും ആഗ്രഹം വ്ളോഗ് എടുക്കാൻ സനൂപിനുണ്ട്. സനൂപിന് നല്ല ആഗ്രഹമുണ്ട് വ്ളോഗ് എടുക്കാൻ. പക്ഷെ അവൻ ജോലിയുടെ ഭാഗമായിട്ട് പുറത്താണ്. പിന്നെന്താ പറയാനുള്ളേ? ഇതൊരു 5 മിനിറ്റിലാക്കണം വീഡിയോ. ഇതിപ്പോ 3 മിനിറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ അവനക്ക് പരിപ്പ് കുത്തി വെച്ചാൻ പോണ്. ഇവിടെ ഇരിക്കാം, അവിടെ ഇരിക്കാം. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇതെന്തിപ്പോ ഇതെല്ലാം നമ്മള് പറയേണ്ട ആവശ്യമില്ല സുലു. ഞാൻ പിന്നെന്താ ചോദിക്കണ്ടേ? എനിക്കറിയില്ല. പിന്നെന്താ ചോദിക്കണ്ട സുലു? സുലു ഇപ്പഴാണ്ട ഷാളൊക്കെ ഇടണേ. സുലുവിന്റെ സംസാരൊക്കെ മാറി. പടച്ചോനെ, സുലുവിന്റെ സംസാരേ മാറി. പിന്നെന്താ ഇനി? അതായത് ഞാൻ വീഡിയോ, അതായത് എന്നോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മോന് ഇത്ര ഭാഗ്യം ചെയ്തൊരു ഉമ്മ എന്ന് ആൾക്കാരോട് ചോദിക്കാൻ പറഞ്ഞു. എന്നെ മോനായിട്ട് കിട്ടിയത് ഉമ്മയുടെ ഭാഗ്യം എന്നൊരു കുട്ടി ചോദിച്ചു. ശരിക്കും ചോദിച്ചു. ഞാനത് കാണിച്ചു തരാം. പറഞ്ഞു. നല്ല ഭാഗ്യം തന്നെയാണ്. എല്ലാരും അറിയപ്പെടാൻ വേണ്ടിട്ട് എത്തിപ്പെട്ടത് ഏറ്റവും വലിയൊരു ഭാഗ്യം. ഉമ്മച്ചിണ്ടല്ലോ ഇങ്ങനെ പ്രസംഗമൊക്കെ പറയുന്നോട്ട് ഏറ്റവും വലിയ ഭാഗ്യമാണ് അതൊക്കെ പറയണത് പോലെ. അങ്ങനെയല്ല സുലു, സത്യസന്ധമായിട്ട് പറ. ഞാനിപ്പോ വ്ളോഗ് ഇടാൻ തുടങ്ങിയിട്ട് 3 മാസം എന്തല്ലേ ആയിട്ടുള്ളൂ. ഏത് വീഡിയോയിലുണ്ട്? വീഡിയോയിലുണ്ട്. ഇത് യൂട്യൂബിൽ ഇടാനാണ് സുലു. അതായത് നമുക്ക് ഇക്കുണ്ട്. ഇക്കാടെ കല്യാണം കഴിഞ്ഞു. ദീദി ഉണ്ട്. ദീദി കൊച്ചിയിലാണ്. അപ്പൊ ഇടയ്ക്ക് വരലുണ്ട്. പിന്നെ അനിയത്തി. അതെ, പിന്നെ അനിയത്തി ഞാൻ ഉമ്മയുടെ ഒപ്പരി. പിന്നെ അനിയത്തി ഉണ്ട്. അവൾ പ്ലസ് ടുവിന് പഠിക്കണം. അപ്പോൾ അവൾ ക്ലാസ്സിന് പോയിക്കാണ്. വാപ്പ ഉണ്ട്. വാപ്പ വർക്കിന് പോയിക്കാണ്. അപ്പൊ ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടില്. ഞാന് കൊച്ചിയിൽ നിന്ന് ബോറടിച്ചപ്പോ ഉമ്മാനായിട്ട് ഇങ്ങോട്ട് വന്നതാ. ഇന്നലെ രാത്രി വന്ന്. പിന്നെന്താ ഉമ്മാനായിട്ട് ഹോസ്പിറ്റലിൽ പോകണം മറ്റന്നാൾ. അതിനായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ 2 ദിവസം നേരത്തെ വന്നതാ നമ്മുടെ ഫുഡൊക്കെ കഴിക്കാലോന്ന് വിചാരിച്ചിട്ട്. പിന്നെ പറ, ഇവിടുത്തെ വിശേഷം പറ സുലു. വിശേഷം
പിന്നെ ഞാന് ഇപ്പോ ഈയിടെയായിട്ട് നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് സുബഹി ഒഴിച്ച് ബാക്കിയൊക്കെ നിസ്കരിക്കുന്നുണ്ട്. സുബഹിക്ക് എണീക്കാൻ പറ്റുന്നില്ല. സുബഹിക്ക് എനിക്ക് എണീക്കാൻ പറ്റണ്ടേ? എനിക്കണല്ലോ ബാക്കിയുള്ള നിസ്കരിച്ചിട്ട് കാര്യമില്ല, സുബഹി നിസ്കരിക്കണം. ഞാൻ ചോദിക്കാൻ പറഞ്ഞ എന്താ നീ എനിക്കില്ലേ സുബഹിക്കാണ്ട് എണീക്കാൻ പറ്റണില്ല. അപ്പൊ ഇതൊക്കെയല്ലേ ഉള്ളൂ അതൊക്കെ ഉള്ളൂ അല്ലേ? അപ്പൊ ഇനി ഇവിടെ വന്ന ഉമ്മ പണിയെടുക്കരുത്. എടുക്കരുത്. അതായത് 2 ആഴ്ചത്തോളം സുലു ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റിലായിരുന്നു. ഞാൻ ആ വ്ളോഗ് എടുക്കാണ്ടാണ്. എടപ്പോണ ആ ആയുർവേദിക് ട്രീറ്റ്മെന്റിലായിരുന്നു. ഉമ്മാക്ക് മുട്ടിന്റെ അവിടെ ഒരു പ്രശ്നമായിട്ട്. അപ്പോ ഡോക്ടർ പറഞ്ഞു പണിയെടുക്കരുത്. അപ്പൊ ഇവിടെ വന്നിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും 2 ആഴ്ച അവിടെ നിന്നതിന് വല്ല ഗുണമുണ്ടോ നിങ്ങൾ പറയണ്ടോ? 2 ആഴ്ച കഴിഞ്ഞ് 15 ദിവസമായി. പിന്നെ നമ്മൾ ഒരു സാധനം ചെയ്തിട്ട് റെസ്റ്റ് എടുക്കണ്ടേ? ഈ കണ്ട സ്റ്റെപ്പ് മേലെ കയറിയിട്ട് ഇടും, ഇത് തുണി എടുത്ത് ഇടും, അത് തുടക്കും. ഇതൊക്കെ ഞാൻ വന്ന ഇവിടെ ഞാനാണ് ഇത് ചെയ്യല് അല്ലേ? പാത്രം കഴുകി തരാൻ ഞാനല്ലേ? കുക്ക് മൊത്തം ചെയ്യണില്ല, പക്ഷെ എന്തായാലും ചെയ്യണില്ലേ? അതാരോ കുറ്റമാണ്. ഡോക്ടർ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇത് ഞാൻ വലിച്ചു കിട്ടണില്ല, ഇത്രേ ഉള്ളൂ. ഇനി വരും. ഇനി ഇതത് ആൾക്കാരില്ലാത്തോണ്ട് കുറച്ചുകൂടി കുറെ ആൾക്കാരുണ്ടെങ്കിൽ വലിയ വ്ളോഗ് എടുക്കും. ഈ ഓണത്തിന് വാപ്പാക്ക് സദ്യ ഭയങ്കര ഇഷ്ടമായോണ്ട് ഓണത്തിന് സദ്യയും പൂക്കളവും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഓണത്തിനും ഉണ്ടാവും വ്ളോഗ് എന്ന് വിശ്വസിച്ചു. തന്നെയല്ലേ ഉള്ളു സുഖം. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ബൈ പറസലു.